എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പബ്ലിക് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കേണ്ടത് ലേണിംഗ് ടൂൾസ്, അതായത് കുറച്ച് ലേണിംഗ് ടൂൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. അത് വരുന്നത് ഇലക്ട്രോണിക്സ് ബുക്ക് റീഡർ, പിന്നെ ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, കണ്ടൻറ്റ്, എഡ്യൂക്കേഷൻ ടൈപ്പ് ചാനൽസ്. കുറേ തവണ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ് പഠിച്ചു വെക്കേണ്ടതാണ്. അതായത് കുറച്ച് 4 പോയിൻറ്റ്സ് നോക്കി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് ഓവർകം ജിയോഗ്രാഫിക്കൽ ലിമിറ്റേഷൻ, റെഡ്യൂസസ് കോസ്റ്റ്, മിനിമൈസസ് ട്രാവൽ ടൈം, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അതുപോലെയുള്ളതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഗവേണൻസ്. ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? 4 പോയിൻറ്റ്സ് നോക്കുക. മോർ ട്രാൻസ്പെറൻസി, അതുപോലെ എന്താണ് ഓട്ടോമേഷൻ ഓഫ് സർവീസസ്, സ്ട്രെങ്തൻസ് ഡെമോക്രസി, പിന്നെ സേവിങ് അൺനെസസറി വിസിറ്റ്, ഇതൊക്കെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗവേണൻസിൻ്റെ ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ നോക്കണം. അതായത് G2G, G2C, G2B, G2A തുടങ്ങിയ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതുകൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻസ് ആണ്. എന്താണ് സെർച്ച് എഞ്ചിൻ എന്ന് നോക്കണം. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി വെക്കണം. അതായത് ഗൂഗിൾ, പിങ്, യാഹൂ പോലുള്ള സെർച്ച് എഞ്ചിൻസ്. പിന്നെ അടുത്തത് ഇമെയിൽ എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിക് മെയിലാണ്, നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കേണ്ടതാണ്. അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പീഡ്, ഈസി ടു യൂസ്, അതുപോലെ എന്താണ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി, അതൊക്കെ പറയാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇമെയിൽസ് എന്താണ് വൈറസസ് വരാം, ജങ്ക് മെയിൽസൊക്കെ വരാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ് സെക്ഷൻസ് ഓഫ് ഇമെയിലിൻ്റെ സെക്ഷൻസ് എന്തൊക്കെയാണ്? അതിന് വരുന്നത് 2 ആണ്, അതായത് റെസിപ്പിയൻ്റ് അഡ്രസ്സ്. രണ്ടാം വരുന്നത് CC ആണ്, കാർബൺ കോപ്പി. പിന്നെ BCC ആണ്, അതായത് പ്ലെയിൻ കാർബൺ കോപ്പി. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? അതൊരു 6 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ആദ്യം ഇൻ്റർനെറ്റ് ഫോറംസ്, സോഷ്യൽ ബ്ലോഗ്സ്, മൈക്രോ ബ്ലോഗ്സ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ്. ഇതൊന്ന് പഠിച്ചു നോക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തതായിട്ട് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ് ആണ്. അതായത് വേൾഡ് വൈഡ് വെബ് വരുന്നുണ്ട്, ഇമെയിൽ വരുന്നുണ്ട്, സെർച്ച് എഞ്ചിൻസ് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. ആ 4 പോയിൻറ്റ്സും ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് FTTHൻ്റെ ഫുൾ ഫോം, ഫൈബർ ടു ദ ഹോം, ഒന്ന് നോക്കി വെക്കുക. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് ബസ് ടോപ്പോളജി ഉണ്ട്, സ്റ്റാർ ടോപ്പോളജി ഉണ്ട്, റിംഗ് ടോപ്പോളജി ഉണ്ട്, മെഷ് ടോപ്പോളജി ഉണ്ട്. അതിൻ്റെ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ബസ് ടോപ്പോളജിയിലാണെങ്കിൽ നോട്ട്സ് ആർ കണക്റ്റഡ് ടു മെയിൻ കേബിൾ കോൾഡ് ബസ്സാണ്. അതുപോലെ തന്നെ ഓരോ ടോപ്പോളജീസ് പഠിച്ചൊരു 5 മാർക്കിനുള്ള ഷുവർ ക്വസ്റ്റ്യനാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. അതായത് ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ ബേസിൽ നെറ്റ്വർക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, പിന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഓരോ നെറ്റ്വർക്ക് എന്താണ്, ഇവിടെ ഒരു സമ്മറി ടേബിളുണ്ട്. അപ്പോൾ അത് പഠിച്ചാലും മതിയാവും. അതായത് എത്ര ഏരിയയിലാണ് കവറപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്തൊക്കെയാണ്, പിന്നെ കോസ്റ്റ് എങ്ങനെയൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളിൽ ഒരു സമ്മറി ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്. നോക്കി വെക്കുക. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദ geographical area. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒന്ന് നോക്കി വെക്കാവുന്ന ക്വസ്റ്റ്യനാണ്. 5 പോയിൻറ്റ്സ് ഉണ്ട്, നോക്കി വെക്കാം. അതായത് റിസോഴ്സ് ഷെയറിങ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കേലബിലിറ്റി. 5 മാർക്കിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നെക്സ്റ്റ് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വിച്ചും ഈഫൽസ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. 4 പോയിൻറ്റ്സ് ഉണ്ട്, പഠിച്ചു നോക്കുക. കുറേ തവണ റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്വിച്ചിലാണെങ്കിൽ പെർമിസ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, മറ്റതിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് വരുന്നുണ്ട്. സ്വിച്ചിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ചെക്കിങ് ഈക്വാലിറ്റി, അതാണ് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഈഫൽസ് ഈഫ് ലാഡർ ആണെങ്കിൽ എന്താണ്, എനി റിലേഷൻ ഓർ ലോജിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ. സ്വിച്ചിനാണെങ്കിൽ എന്താണ്, കേസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിജറോ ക്യാരക്ടറോ വരാം. ഈഫൽസ് ഈഫ് ലാഡറിലാണെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ് ഇൻക്ലൂഡിങ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് വരാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നതാണ് ലൂപ്പ് ബോഡിക്ക് മുമ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണെന്ന് പറയുന്നത്. അത് റൺ ചെയ്യണമെങ്കിൽ ആ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. എന്നാൽ എക്സിറ്റ് കൺട്രോൾ ആഫ്റ്റർ ദ പ്രോഗ്രാമിങ്ങിന് ശേഷമായിരിക്കും വരുന്നത്. പക്ഷേ അത് റൺ ചെയ്യണമെങ്കിൽ ട്രൂവോ ഫാൾസോ ആയാലും റൺ ചെയ്യും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്പ് കൺവേർഷൻ ഇൻ C++.
C++. അതിൻ്റെ രണ്ട് തരത്തിലുള്ള കൺവേർഷൻ ഉണ്ട്. ഇംപ്ലിസിറ്റും ഉണ്ട്, എക്സ്പ്ലിസിറ്റും ഉണ്ട്. ഇംപ്ലിസിറ്റിന് നമ്മൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയും, എക്സ്പ്ലിസിറ്റിന് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഈ രണ്ട് കൺവേർഷൻ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ടൈപ്പ് മോഡിഫയർ എന്താണ്? ദ കീവേഡ്സ് എന്ന് പറയുന്നത് സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട് ആൻഡ് ലോങ് ആർ മോഡിഫയേഴ്സ് എന്ന് പറയും. അപ്പോൾ ടൈപ്പ് മോഡിഫയർ ചേഞ്ചസ് ദ മീനിങ് ഓഫ് എ ബേസ് ഡാറ്റ ടൈപ്പ് ടു പ്രൊഡ്യൂസ് എ ന്യൂ ഡാറ്റ ടൈപ്പ്. അതായത് ബേസ് ഡാറ്റ ടൈപ്പിനെ അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കും. അതാണ് ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീ പ്രോസസ് ഡയറക്റ്റീവ് 2-3 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ട് ദ കമ്പൈലർ ടു പെർഫോം എൻ ആക്ഷൻ ബിഫോർ ആക്ച്വൽ കമ്പൈലേഷൻ. ആക്ച്വൽ കമ്പൈലേഷന് മുമ്പ് ഒരു ആക്ഷൻ ഇൻസ്ട്രക്ട് ചെയ്യുന്നതാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട്സ് വിത്ത് എ സിമ്പിൾ ഹാഷ്. ഒരു ഹാഷ് ടാഗ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളുണ്ട്, ഹാഷ് ഡിഫൈൻ, ഹാഷ് ഇൻക്ലൂഡ്. അതൊക്കെ ഒന്ന് നോക്കി നോക്കുക, ചിലപ്പോൾ ചോദിച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡാറ്റയും ഇൻഫോർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആണ്, ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡാറ്റയാണ്. ആ പ്രോസസ്ഡ് ഡാറ്റേനെ പറയുന്ന പേര് തന്നെ വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ ഒരു കമ്പാരിസൺ പഠിച്ചു നോക്കുക. അതുപോലെ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഒരു 6 സ്റ്റെപ്പുകളുണ്ട്. ക്യാപ്ചറിങ്, ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, അതിൻ്റെ ഒരു ഫിഗർ കൂടിയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തിയറി കൂടി വായിച്ചു വെക്കാം. അത് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ് നമുക്കറിയാം, അത് ഇൻപുട്ടുകൾ ഇൻസ്ട്രക്ഷൻസും ഇതാണ് റിസീവ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ കീബോർഡ്, മൗസൊക്കെ വരുന്നുണ്ട്. രണ്ടാമത് CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ 3 കമ്പോണൻസ് ഉണ്ട്, ALU, CU, രജിസ്റ്റേഴ്സ്. നോക്കി വെക്കാം. സ്റ്റോറേജ് യൂണിറ്റ് ആണെങ്കിൽ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറിയിൽ നിന്ന് റാമും റോമും ക്യാഷെ മെമ്മറിയൊക്കെയാണ്. സെക്കൻഡറിയിൽ CD, ഹാർഡ് ഡിസ്ക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് കമ്പ്യൂട്ടേഴ്സ് എന്താണ്? അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ്, അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ സ്പീഡ്, അക്യുറസി, ഡിലീൻസ് ഒക്കെ പറയാം. ലിമിറ്റേഷൻ ആണെങ്കിൽ ലാക്ക് ഓഫ് IQ അതൊക്കെ പറയാം. പിന്നെ നമ്പർ കൺവേർഷൻസ്, ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ, ഇതൊക്കെ നോക്കി വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ്. അതിന് കുറേ തരത്തിലുള്ള മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ആസ്കി എന്ന് പറയുന്നത്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ അതെന്താണെന്ന് നോക്കി വെക്കുക. അതുപോലെ യൂണിക്കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിക്കോഡിന് 16 ബിറ്റാണ്, 65,596 ക്യാരക്ടർ വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ വേർഡിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. മെമ്മറി മെഷറിംഗ് യൂണിറ്റ്സ് ആണ്. അതായത് 1 MB-നെ KB-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, TB-നെ GB-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു കൺവേർഷൻ. 1 MB എന്ന് പറഞ്ഞാൽ 1024 KB ആണ്, 1 GB എന്ന് പറഞ്ഞാൽ 1024 MB ആണ്, 1 TB എന്ന് പറഞ്ഞാൽ 1024 GB ആണ്. ഇത് ഒന്ന് മൊത്തമായിട്ട് പഠിച്ചു വെക്കുക, കാരണം വൺ വേർഡായിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് കമ്പാരിസൺ ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. അതിൻ്റെ ഈ ഡിഫറൻസ് ഒന്ന് നോക്കി വെക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് എന്ന് പറയുന്നത് റാമാണ്. അതായത് അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ഒന്ന് നോക്കി വെക്കുക. പിന്നെ ക്യാഷ് മെമ്മറി എന്താണ്? ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ടെമ്പററി മെമ്മറിയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് വരുന്നത് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, സ്കാനർ, അങ്ങനെ ഒരു 5-6 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക, ചോദിക്കും. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമുക്കെന്താണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ്. എക്സാമ്പിൾ മോണിറ്റർ, പ്രിൻ്റർ, LCD പ്രൊജക്ടർ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ വേസ്റ്റാണ്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാലുള്ള ആ ഒരു സ്ക്രാപ്പാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡുകൾ 4 മെത്തേഡുകളുണ്ട്: റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. എല്ലാ അറ്റംപ്റ്റിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ 4 ഫംഗ്ഷനുകൾ, 4 മാനേജ്മെൻറ്റുകളാണ്: പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. അടുത്തത് ലാംഗ്വേജ് പ്രോസസ്സറിൻ്റെ ടൈപ്പുകൾ പഠിച്ചു വെക്കണം: അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, കമ്പൈലർ. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് അസംബ്ലറാണ്, പഠിച്ചു വെക്കുക. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് ഇൻ്റർപ്രറ്ററാണ്.
ഇനി അതേ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് അറ്റ് എ ടൈം കമ്പൈലറാണ്. ലൈൻ ബൈ ലൈനാണ് ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു നോക്കുക. വൺ വേർഡൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പ്രോഗ്രാമിങ്ങിൻ്റെ 7 ഫേസുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സ്റ്റെപ്പായിട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു 7 സ്റ്റെപ്പുകൾ നോക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് ഫ്ലോ ചാർട്ടുകൾ എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് വരക്കാനും അതിൻ്റെ സിമ്പിളൊക്കെ ചോദിക്കാറുണ്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ അൽഗോരിതത്തിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതിന് സിമ്പിൾസ് പഠിച്ചു വെക്കണം. അത് എലിപ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിലാണ് ഉപയോഗിക്കുന്നത്. പാരലലോഗ്രാം ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിമ്പിളാണ്. റെക്ടാങ്കിൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിംഗ് ആണ്. റോമസ് ഉപയോഗിക്കുന്ന ഡിസിഷൻ സിമ്പിളാണ്. ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത് ഫ്ലോ സൂചിപ്പിക്കാനാണ്. പിന്നെ കണക്ടർ എന്ന് പറയുന്നത് ജമ്പ് ഫ്രം വൺ പോയിൻ്റ് ഇൻ ദ പ്രോസസ് ടു അനദറാണ്. ഇനി ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം. അതായത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് അനാലിസിസ്, ഇഫക്റ്റീവ് കോഡിങ്, അതൊക്കെ പഠിക്കാം. ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ എന്താണ്, ടൈമിംഗ് കൺസ്യൂമിംഗ് ആണ്, മോഡിഫിക്കേഷൻ ഡിഫിക്കൽട്ടാണ്, നോ സ്റ്റാൻഡേർഡൈസേഷൻ, ഇതൊക്കെ പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചാർട്ട് എന്തായാലും നോക്കി വെക്കണം. ഉറപ്പായ ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോഡിംഗ് എന്നാണ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം യൂസിങ് എ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് കോൾഡ് കോഡിങ്. അപ്പോൾ ആ കോഡിങ്ങിൻ്റെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള സോഴ്സ് കോഡ് എന്ന് പറയും. ആ ഒരു സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒന്ന് നോക്കി നോക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഡീബഗ്ഗിങ് എന്ന കൺസെപ്റ്റ്. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് എറേഴ്സിനെ ഒഴിവാക്കുന്നതാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു എറേഴ്സിനെ കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്യുന്നത്, അതാണ് ഡീബഗ്ഗിങ്. 3 തരത്തിൽ പ്രോഗ്രാമുകളിൽ എററുകൾ വരാം. സിൻറ്റക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. ആ ഒരു എററുകൾ പഠിച്ചു നോക്കുക. കുറേ തവണ റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടോക്കൺസ് ഇൻ C++ൽ വരുന്ന 5 ടൈപ്പ് ടോക്കണുകൾ. കുറേ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. കീവേഡ്സ്, ഐഡൻറ്റിഫൈസ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്. ഇതാണ് 5 ടോക്കൺസ് എന്ന് പറയുന്നത്. ഇതിൽ ഐഡൻറ്റിഫയേഴ്സിൻ്റെ ഫോം ചെയ്യാനുള്ള റൂൾസ് ഉണ്ട്. ആ റൂൾസ് പഠിച്ചു വെക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. റൂൾസ് ടു ഫോം ആൻ ഐഡൻറ്റിഫയർ. അപ്പോൾ അത് പറയുകയാണെങ്കിൽ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സാണ്. ഫസ്റ്റ് ക്യാരക്ടർ എന്തായാലും ഒരു ലെറ്റർ ആയിരിക്കണം. അതുപോലെ എന്താണ്, കീവേഡ്സ് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ വൈറ്റ് സ്പേസോ കനോട്ട് ബി യൂസ്ഡ് ആണ്. അപ്പർ ആൻഡ് ലോവർ കേസസ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഐഡൻറ്റിഫയർ. അപ്പോൾ ഐഡൻറ്റിഫയർ തന്നിട്ട് നിങ്ങൾക്ക് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. കുറേ കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ലിറ്ററൽസ് ഇൻ C++ൽ വരുന്ന ലിറ്ററൽസ് എന്തൊക്കെയാണ്? ഒരു 4 ലിറ്ററൽസ് ഉണ്ട്. ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ്, ക്യാരക്ടർ, സ്ട്രിഞ്ച്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. ഒരു 5 ഡാറ്റ ടൈപ്സ്. ഒരു ഷുവർ ക്വസ്റ്റ്യനാണിത്. അതിൽ വരുന്നത് വോയിഡ്, കാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. അപ്പോൾ ഇത് നോക്കി നോക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്തത് എന്താണ് വേരിയബിൾസ്? വേരിയബിൾസ് എന്ന് പറയുന്നതാണ് നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻസ്. അതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിതാണ് നമ്പർ ഓഫ് ഓപ്പറൻസിൻ്റെ ബേസിസിൽ ഓപ്പറേറ്റേഴ്സിനെ 3 തരത്തിലുള്ള ക്ലാസിഫൈ ചെയ്യാം. യൂണറി, ബൈനറി, ടെർണറി. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ യൂണറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് വരുന്ന എക്സ്പ്രഷൻസുകളാണ്. എക്സ്പ്രഷൻ 2 തരത്തിലുണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷനും റിലേഷണൽ എക്സ്പ്രഷൻസും. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയാം. അപ്പോൾ അത് നോക്കാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് +1 CAലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. നമ്മളെല്ലാ ക്വസ്റ്റ്യനും മാത്രം എക്സ്പ്ലനേഷനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങൾ ഈ ഒരു നോട്ട്സ് വെച്ച് റെഫർ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.